പറഞ്ഞോളൂ. നമസ്കാരം, ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. കേരളത്തിലെ ഈ വർഷം, അതായത് 2025 ഏപ്രിൽ മാസം 28 മുതൽ മെയ് 4 വരെ ഒരു സോമയാഗം നടക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കടുത്തുള്ള ചിറക്കാക്കോട് ഇളങ്ങള്ളൂർ മനയിൽ വെച്ചാണ് അഗ്നിഷ്ടോമ സോമയാഗം നടക്കുന്നത്. സോമയാഗം എന്നത് ഇന്ന് ലോകത്തിൽ തന്നെ നിലവിലുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായമാണ്. സ്വാഭാവികമായിട്ടും ഇത്രയും പുരാതനമായിട്ടുള്ള ഈ ഒരു യാഗത്തിനെ പറ്റി അറിയാനും മനസ്സിലാക്കാനും ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ യാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവായിട്ടുള്ള ആ യാഗത്തിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണമാണ് ആദ്യമായിട്ട് ഈ വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. യാഗം എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ആരാധനാക്രമങ്ങളൊന്നുമല്ല യാഗത്തിൽ. നമുക്കിന്ന് ഏറ്റവും കൂടുതൽ പരിചയം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനകളാണ്. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ദേവതകൾ, ഇപ്പോൾ ശിവൻ അല്ലെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ ഭഗവതി അല്ലെങ്കിൽ അയ്യപ്പസ്വാമി അല്ലെങ്കിൽ ഹനുമാൻ അല്ലെങ്കിൽ ഗണപതി, ഇങ്ങനെയുള്ള ദേവീദേവന്മാരെയാണ് നമുക്ക് കൂടുതലായിട്ട് പരിചയം. അവർക്ക് ചെയ്യുന്ന പൂജകൾ, ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകൾ, ക്ഷേത്രത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഹോമങ്ങൾ, ഇപ്പോൾ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമം, തിലഹോമം മുതലായ ഹോമങ്ങൾ, അതുപോലെ തന്നെ വിഷ്ണു പൂജ, ഭഗവതി സേവ അല്ലെങ്കിൽ ശിവപൂജ, മറ്റുള്ള പലതരത്തിലുള്ള പൂജകൾ. ഇതിപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ വീടുകളിൽ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ വെച്ചിട്ടാണെങ്കിലും ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ പരിചയം. പക്ഷേ ഇതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ട്, എത്രയോ എന്ന് പറഞ്ഞാൽ പോരാ, തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സമ്പ്രദായമാണ് യാഗങ്ങളിൽ. ഒന്നാമതായിട്ട് യാഗങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ദേവതകൾ നമ്മൾ ഈ പറയുന്ന ദേവതകളൊന്നുമല്ല. അതിൽ പൂർണ്ണമായും പ്രകൃതിയിലുള്ള പ്രകൃതി ശക്തികളെയാണ് അതിൽ ആരാധിക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ തന്നെ വായു, ഇന്ദ്രനാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദേവത. അതുപോലെ തന്നെ വരുണൻ, വെള്ളത്തിൻ്റെ ദേവനായിട്ടുള്ള വരുണൻ, പർജന്യൻ, മഴ പെയ്യിക്കുന്ന ദേവൻ പർജന്യൻ, വായു ഭഗവാൻ. ഇങ്ങനെ പ്രകൃതിയിൽ നമ്മൾ ആരാധിക്കുന്ന ദേവതകളെയാണ്, പ്രകൃതി ശക്തികളെയാണ് യാഗത്തിൽ ഏറ്റവും, അല്ലെങ്കിൽ യാഗത്തിൽ പൂർണ്ണമായും ആരാധിക്കപ്പെടുന്നത്. അത് ആരാധിക്കപ്പെടുന്ന സമ്പ്രദായവും നമ്മളിന്ന് കാണുന്ന പൂജാ സമ്പ്രദായം പോലെയുള്ളൊരു വിഷയമല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള സമ്പ്രദായമാണ്. അപ്പോൾ യാഗം എന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായും വേദവിധി അനുസരിച്ചാണ് യാഗം നടക്കുന്നത്. വേദമാണ് യാഗത്തിൻ്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലെ പൂജകളുമൊക്കെ തന്ത്രമാണ് അടിസ്ഥാനം. താന്ത്രിക ക്രിയകൾ അല്ലെങ്കിൽ തന്ത്രമാണ് ക്ഷേത്ര പൂജകളുമായിട്ടും മറ്റുള്ള ആരാധനകളായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത്. പക്ഷേ യാഗം പൂർണ്ണമായും വേദവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 3 വേദങ്ങളുടെയും പ്രധാനമായിട്ട് നമുക്കറിയാം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 വേദങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ അഥർവവേദികൾ പൊതുവെ കേരളത്തിലില്ല. പൊതുവെ എല്ലാം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഈ 3 വേദങ്ങളും ചേർന്ന ഒരു ആരാധനാ സമ്പ്രദായമാണ് യാഗം. അത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും, നമ്മൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യയുടെ ഏത് ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാലും യാഗത്തിൻ്റെ സമ്പ്രദായം ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പോലെ തന്നെ യാഗങ്ങൾ തന്നെ, എത്രയോ യാഗങ്ങൾ, കേരളത്തിനേക്കാൾ കൂടുതൽ യാഗങ്ങൾ നടക്കുന്ന വടക്കേ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. അവിടുത്തെ യാഗസമ്പ്രദായം ഒരുപോലെയാണ്. കാരണം എല്ലാവരുടെ അടിസ്ഥാനം വേദമാണ്. വേദം എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. ഓരോ സ്ഥലത്തും ഓരോ വേദങ്ങൾ അങ്ങനെയില്ല. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ സമ്പ്രദായങ്ങളിൽ ചെറിയ 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 വ്യത്യാസങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാവും. കാരണം ഓരോ ആചരണ രീതികളിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ യാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും 3 വേദങ്ങളുടെയും ഒരു കൂടിച്ചേരലാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, യാഗത്തിൻ്റെ ക്രിയകൾ, ചടങ്ങുകൾ, അതിൻ്റെ ഹോമങ്ങൾ, അതിൻ്റെ മറ്റു ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിവരിച്ചിരിക്കുന്നത് യജുർവേദമാണ്. അല്ലെങ്കിൽ യജുർവേദ സമ്പ്രദായം അനുസരിച്ചാണ് യാഗത്തിൻ്റെ ചടങ്ങുകൾ പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ വേദം തന്നെ 4ആയിട്ട് വിഭജിച്ചത് വേദവ്യാസനാണ്. നമുക്കറിയാം, കൃഷ്ണദ്വൈവായനൻ എന്ന വേദവ്യാസനാണ് വേദത്തിനെ 4ആയി വിഭജിച്ചത്. ഈ വേദത്തിൻ്റെ വിഭജനം തന്നെ യാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അല്ലെങ്കിൽ യാഗത്തിന് ആ വേദം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് നമ്മൾ വേദം ആദ്യം ഒന്നായിരുന്നു എന്നും ആ വേദത്തിൻ്റെ ഉപയോഗക്രമം അനുസരിച്ച് അതിനെ 4ആയിട്ട് വിഭജിച്ചു എന്നാണ്. യാഗത്തിൻ്റെ ചടങ്ങുകൾ പൂർണ്ണമായിട്ടും വിവരിക്കുന്ന, യാഗത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും ക്രിയകളും മറ്റ് കർമ്മങ്ങളും വിവരിക്കുന്ന ഭാഗങ്ങൾ ഒക്കെ ചേർത്തിട്ട് യജുർവേദം എന്നൊരു ഭാഗമാക്കി മാറ്റി. യാഗത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ, റക് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം എന്നാണ് അർത്ഥം, ഒരു മന്ത്രം, ഒരു പ്രാർത്ഥന. അപ്പോൾ ആ യാഗത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ഒരു 10,000-ൽ കൂടുതൽ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ആ മന്ത്രങ്ങളെയൊക്കെ സമാഹരിച്ചിട്ട് ഋഗ്വേദം എന്നൊരു വേദമാക്കി മാറ്റി. അതേപോലെ തന്നെ സംഗീതാത്മകമായിട്ട്
ചൊല്ലുന്ന മന്ത്രങ്ങൾ, സംഗീതാത്മകമായിട്ട് ചൊല്ലുന്ന മന്ത്രങ്ങളെയൊക്കെ കൂട്ടിയിട്ട് സാമവേദം ഒരു വേദമാക്കി മാറ്റി. മറ്റ് ഭാഗങ്ങളൊക്കെ കൂടിയിട്ട്, അതായത് ഇപ്പോൾ നിത്യജീവിതമായി ബന്ധപ്പെട്ടിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അഥർവവേദമാക്കി മാറ്റി. സാമവേദം പൂർണ്ണമായും സംഗീതമാണ്. കാരണം ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വേദാനാം സാമവേദോസ്മി, ഞാൻ വേദത്തിൽ സാമവേദമാണ്. സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. സാമവേദം സംഗീതമാണ്. അപ്പോൾ യാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വേദങ്ങളെ വേർതിരിച്ചത് തന്നെ. വേദങ്ങളെ വേർതിരിച്ചതുകൊണ്ടാണ് വേദവ്യാസൻ എന്ന പേര് വരാൻ കാരണം. അപ്പോൾ വേദം പൂർണ്ണമായിട്ടും യാഗം പൂർണ്ണമായും വേദത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ വേദത്തിൻ്റെ ക്രിയകൾ മുഴുവൻ വിവരിക്കുന്നത് യജുർവേദത്തിലാണ്. ഈ യജുർവേദ സമ്പ്രദായം അനുസരിച്ചിട്ടാണ് ഈ യാഗത്തിൻ്റെ ചടങ്ങുകൾ മുഴുവൻ നടക്കുന്നത്. ആ യാഗത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളും ക്രിയകളും പൂർണ്ണമായും ചെയ്യുന്ന ആളെ അധ്വര്യു എന്നാണ് പറയുക. 4 പ്രധാനപ്പെട്ട കർമ്മികളാണ് യാഗത്തിന് വേണ്ടത്. അതിൽ അധ്വര്യു എന്ന യജമാനന് വേണ്ടിയിട്ടാണ്, യജമാനനാണ് യാഗം ചെയ്യുന്നത്. പക്ഷേ യജമാനനും യജമാനൻ്റെ പത്നിക്കും വേണ്ടിയിട്ട് യാഗം ചെയ്യുന്നത് 4 പ്രധാനപ്പെട്ട കർമ്മികളാണ്. ആ 4 പ്രധാനപ്പെട്ട കർമ്മികൾക്കും ഓരോരുത്തർക്കും 3 വീതം അസിസ്റ്റൻറ്റുമാരുണ്ടായിരിക്കും, മെയിൻ അസിസ്റ്റൻറ്റുമാർ. അപ്പോൾ 4 3 12 4 16. പിന്നെ ഇതിനെല്ലാം കൂടി മേൽനോട്ടത്തിന് സദസ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആളുണ്ടാവും. അങ്ങനെ 17 പേരാണ് യാഗം ചെയ്യാനായിട്ട് വേണ്ടത്. പിന്നെ പരികർമ്മികൾ വേറെ ഉണ്ടാവും, ഹെൽപ്പ് ചെയ്യാൻ വേണ്ട ആൾക്കാർ. അപ്പോൾ അതിൽ യജുർവേദ വിധി അനുസരിച്ചിട്ട് ഈ യാഗത്തിൻ്റെ ചടങ്ങുകൾ പൂർണ്ണമായിട്ടും ചെയ്യുന്ന ആളെ അധ്വര്യു എന്ന് പറയും. അധ്വര്യുവിനാണ് യാഗത്തിൽ ഏറ്റവും കൂടുതൽ പണിയുള്ളത്, കർമ്മമുള്ളത് അദ്ദേഹത്തിനാണ്. ഇനി യാഗത്തിന് വേണ്ട മന്ത്രങ്ങൾ കൃത്യമായിട്ടും അതാത് സമയത്ത് കൃത്യമായിട്ട് ആ മന്ത്രങ്ങൾ ചെല്ലുന്ന ആളെ, അതിന് ശസ്ത്രം എന്നാണ് പറയുക. ആ മന്ത്രങ്ങൾ, ഒരു ശസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മന്ത്രങ്ങൾ, ഓരോ ദേവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രങ്ങളെയൊക്കെ ഒന്നിച്ച് ചേർത്തിട്ട് ഒരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് അത് ചെല്ലുന്നതിനാണ് ശസ്ത്രം എന്ന് പറയുക. അപ്പോൾ സാധാരണ വേദം ചെല്ലുന്ന രീതിയും യാഗത്തിൽ വേദം ചെല്ലുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ യാഗത്തിലെ ഓരോ ദേവന്മാരെയും ഓടും പ്രാർത്ഥനകളും അവരോടുള്ള അഭ്യർത്ഥനകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഋഗ്വേദ മന്ത്രങ്ങൾ ചെല്ലുന്ന ആളെ ഹോതൻ എന്നാണ് പറയുക. അത് മന്ത്രങ്ങൾ പൂർണ്ണമായും ഋഗ്വേദത്തിൽ അധിഷ്ഠിതമാണ്. ഋഗ്വേദ മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഇതേ ദേവന്മാരെ തന്നെ സംഗീതാത്മകമായിട്ട് അവരെ സ്തുതിക്കുക, ഗാനരൂപത്തിൽ അവരോട് പ്രാർത്ഥിക്കുക, അവരെ ആരാധിക്കുക, അതിന് സാമവേദമാണ് ഉപയോഗിക്കുക. സാമവേദത്തിലെ മന്ത്രങ്ങളാണ് അതിന് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. ആ സാമവേദ ആലാപനം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ഉദ്ഗാതൻ എന്ന് പറയും. അപ്പോൾ അധ്വര്യു എന്ന് പറഞ്ഞ ആൾ യജുർവേദ സമ്പ്രദായം അനുസരിച്ച് യാഗത്തിൻ്റെ ക്രിയകളൊക്കെ ചെയ്യുന്നു. ഹോതൻ എന്ന് പറഞ്ഞ ആൾ ഋഗ്വേദ സമ്പ്രദായം അനുസരിച്ച് ഋഗ്വേദ മന്ത്രങ്ങൾ കൃത്യമായിട്ടൊരു രീതിയിൽ ജപിക്കുന്നു, ആലപിക്കുന്നു. ശസ്ത്രം എന്നാണ് അതിന് പറയുക, ശസ്ത്രം ചൊല്ലുക എന്ന് പറയും. അതേസമയം ഉദ്ഗാതൻ എന്ന വ്യക്തി, ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റാണ്. അദ്ദേഹം ആരാണോ ഉദ്ഗാതൻ, അദ്ദേഹം സാമവേദ മന്ത്രങ്ങൾ സംഗീതാത്മകമായിട്ട് ആലപിച്ചിട്ട് ആ ദേവനെ അല്ലെങ്കിൽ ദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്നു. അപ്പോൾ ഇത് 3ഉം ചേരുമ്പോഴാണ് ഒരു യാഗമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ലളിതമായിട്ട് ഇതിനെ ഒന്ന് വിവരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് പൂജകൾ ചെയ്യണം. ഒരു ഗണപതി ഹോമം, ഒരു മൃത്യുഞ്ജയ ഹോമം, ഒരു സുദർശന ഹോമം, ഒരു തിലഹോമം, അതുപോലെ തന്നെ ഒരു ചണ്ഡികാ ഹോമം, ഒരു ഭഗവതി സേവ, വിഷ്ണു പൂജ, ശിവപൂജ, ലക്ഷ്മി നാരായണ പൂജ, അങ്ങനെ ഒരു 4-5 പൂജകളും ഹോമങ്ങളും എൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്കാണ് പൂജ ചെയ്യേണ്ട ആവശ്യം, ഞാനാണ് യജമാനൻ. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും യജമാനപത്നി ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഈ ഹോമങ്ങളും പൂജകളൊക്കെ ചെയ്യാനായിട്ട് ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളെ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ തന്ത്രി എന്ന് പറയാം. ആ തന്ത്രിയുടെ സ്ഥാനമാണ് ശരിക്കും അധ്വര്യുവിൻ്റെ. ഇന്നത്തെ കാലത്ത് തന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേൽശാന്തിയുടെ അല്ലെങ്കിൽ പൂജാരിയുടെ സ്ഥാനമാണ് യാഗത്തിന് അധ്വര്യു. അപ്പോൾ അദ്ദേഹം വന്ന് പൂജയൊക്കെ കൃത്യമായിട്ട് ചെയ്തു തരാൻ നേറ്റു. അദ്ദേഹത്തിന് വേണ്ട പരികർമ്മങ്ങളൊക്കെ അദ്ദേഹം ഏൽപ്പിച്ചു. ഇനി ഈ ഹോമം അല്ലെങ്കിൽ പൂജകൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുറേ മന്ത്രങ്ങൾ, ഋഗ്വേദത്തിലെ വളരെ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ, ഓരോ ദേവന്മാർക്കും പറയപ്പെട്ടിട്ടുള്ള വിശേഷപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ട് ഈ ദേവന്മാർക്ക് ഹോമവും പൂജയും അഡീഷണലായിട്ട് നടത്തണം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമമൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഹോമം ചെയ്യുന്ന വേളയിൽ ഋഗ്വേദത്തിൽ ഈ ദേവീദേവന്മാർക്ക് പറഞ്ഞിട്ടുള്ള വിശേഷപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ട് അവർക്ക് ഹോമവും പൂജയും അർച്ചനയൊക്കെ നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഋഗ്വേദം നന്നായി പഠിച്ച് അസ്സലായിട്ട് ഋഗ്വേദം ചെല്ലാൻ പറ്റുന്ന ഒരാളെ ഞാൻ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം വന്ന് മന്ത്രങ്ങളൊക്കെ കൃത്യമായിട്ട് ചൊല്ലിത്തരാം എന്ന് ഏൽപ്പിച്ചു. സൂക്തങ്ങൾ, മന്ത്രങ്ങളൊക്കെ ചൊല്ലിത്തരാം എന്ന് അദ്ദേഹം ഏറ്റു. യാഗത്തിൽ ഈ ഒരു പോസ്റ്റിന് ഹോതൻ എന്ന് പറയും. അതേസമയം അപ്പോൾ ഒരു സമയത്ത് ഈ ഹോമങ്ങളും പൂജകളൊക്കെ നടത്തുന്നുണ്ട്. ആ പൂജ നന്നായി പഠിച്ച ഒരാളെ തന്ത്രി അത് ഏൽപ്പിച്ചിട്ടുണ്ട്. യാഗത്തിൽ ആ സ്ഥാനം അധ്വര്യുവിന് വരും. അതേസമയത്ത് അതിൻ്റെ പാരലായിട്ട് ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് പ്രാർത്ഥനകളും പുഷ്പാഞ്ജലികളും ഹോമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്
ഹോതൻ എന്ന് പറയും. ഋഗ്വേദ മന്ത്രങ്ങൾ പൂർണ്ണമായിട്ടും ഋഗ്വേദ മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചെയ്തു. ഈ പൂജയുടെ ഒപ്പം തന്നെ ഈ ദേവീദേവന്മാരെ ഭജനയിലൂടെ തൃപ്തിപ്പെടുത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഭജന സംഘത്തിനെ ഏൽപ്പിച്ചു. അസലായിട്ട് ഭജന നടത്താൻ കഴിയുന്ന, നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്ന ഒരു ടീമിനെ ഏൽപ്പിച്ചു. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഒരുപാട് ഭജൻസ് ടീമുകളുണ്ടല്ലോ. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഒരാൾ വന്നു. ഈ പൂജകളോടൊപ്പം തന്നെ അദ്ദേഹം സ്റ്റേജിലിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങളും അദ്ദേഹത്തിൻ്റെ സഹായികളോട് കൂടിയിട്ട് ഗംഭീര ഭജന, ഇടയ്ക്കിടയ്ക്ക് ഈ ഹോമത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഭജൻസ്, നല്ല രീതിയിലുള്ള സംഗീതം, വളരെ ഹൃദ്യമായ രീതിയിൽ പാട്ട് പാടിയിട്ട് ആ ദേവന്മാരെ തൃപ്തിപ്പെടുത്തുക. കേൾക്കുന്നവർക്കും ദേവീദേവന്മാർക്കും തൃപ്തിപ്പെടുത്തുക. അപ്പോൾ 3 തരത്തിലുള്ള ആരാധനകളായി. ഒന്ന്, ഞാൻ യജമാനൻ, ഞാനും പത്നിയും കൂടിയിട്ട് ഭാര്യയും കൂടിയിട്ട് ഈ ഹോമങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. അദ്ദേഹം വന്ന് ഹോമപൂജകൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് മറ്റൊരാൾ അർച്ചന നടത്തുന്നുണ്ട്, പൂജ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഹോമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭജൻസും നടക്കുന്നുണ്ട്. അപ്പോൾ 3 രീതിയിലാണ് അവർ ആരാധന. ഒന്ന്, ക്രിയകളിലൂടെ ആ ദേവീദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്നു, ഹോമം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഒന്ന്, മന്ത്രങ്ങളിലൂടെ സ്പെഷ്യലായിട്ട് അവരെ തൃപ്തിപ്പെടുത്തുന്നു. ഒന്ന്, പാട്ടിൻ്റെ രൂപത്തിൽ അവരെ തൃപ്തിപ്പെടുത്തുന്നു. ഇത് 3 കൂടി ചേരുമ്പോൾ ഇത് 3 കൂടി യാഗത്തിൽ സംയോജിപ്പിക്കുന്ന ഒരു രീതിയാണ് യാഗത്തിൽ. ഇവിടെ ഭജൻസിന് പകരം സാമവേദം ആലപിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ യഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലുകയാണ് ചെയ്യുക. യജുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ക്രിയകൾ ചെയ്യുകയാണ് ചെയ്യുക. ഇത് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും എത്രയോ അധികം 6 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായിട്ടുള്ള ഒരുപാട് ഹോമങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് ക്രിയകൾ കൂടി ചേരുമ്പോഴേ അതൊരു യാഗമായിട്ട് മാറുള്ളൂ. ഇനി ഇതിൽ ബ്രഹ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അധ്വർയം എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞു, ഹോതൻ എന്ന് പറഞ്ഞാൽ മന്ത്രം ചൊല്ലുന്ന ആൾ, ഉദ്ഗാതൻ എന്ന് പറഞ്ഞാൽ സാമവേദം കൊണ്ട് സ്തുതിക്കുന്ന ആൾ. അതോടൊപ്പം തന്നെ ബ്രഹ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ്. അത് അഥർവവേദത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് പറയപ്പെടുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണില്ലേ എന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിന് വേണ്ട ശ്രദ്ധയോടുകൂടി ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് ബ്രഹ്മൻ. എല്ലാം നോക്കിക്കണ്ട് തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു റോള് എന്ന് പറയുക. അദ്ദേഹത്തിനും 3 സഹായികളുണ്ട്. പിന്നെ ഇതിനൊക്കെ വേണ്ട എല്ലാം ഓവറോൾ നോക്കി ഇതിന് വേണ്ട എന്തെങ്കിലും പാകപ്പഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ട ആളാണ് സദസ്യൻ എന്ന് പേരുള്ള ആൾ. ആ സദസ്സിനും കൂടി ചേരുമ്പോൾ മൊത്തം 17 പേരുണ്ടാവും. അപ്പോൾ അതിൽ 4 പ്രധാനപ്പെട്ട കർമ്മികൾ, ഋത്വിക്കുകൾ എന്ന് പറയും, മഹർ ഋത്വിക്കുകൾ എന്ന് പറയും. ഓരോരുത്തർക്കും 3 വീതം ശിഷ്യന്മാർ, ഒരു എല്ലാത്തിൻ്റെയും ചുമതലയുള്ള സദസ്യൻ. അങ്ങനെ 17 പേര് കൂടി ചേരുമ്പോഴേ ഒരു യാഗമായിട്ട് മാറുള്ളൂ. അപ്പോൾ ഒരേ സമയം ക്രിയ ചെയ്യുന്നു, അതേസമയം മന്ത്രം ചൊല്ലുന്നു, അതേസമയം സാമവേദം കൊണ്ട് സ്തുതിക്കുന്നു. ഇത് 3ൻ്റെയും കൂടിയിട്ടുള്ള ഒരു മിശ്രിതമാണ് യാഗമെന്ന് ചുരുക്കി നമുക്ക് പറയാൻ പറ്റും. ഇതാണ് യാഗത്തിൻ്റെ ഒരു ചുരുക്കം. അപ്പോൾ ആദ്യത്തെ ദിവസം, സോമയാഗത്തിൻ്റെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ 4 ദിവസം ശരിക്ക് ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് സോമയാഗം എന്ന് പേര് വരാൻ കാരണം സോമലത എന്ന് പറഞ്ഞ ചെടി ഇടിച്ചു പിഴിഞ്ഞ നീര്, സോമരസം എന്ന് പറയും. സോമരസം പ്രധാനമായും ഹോമിക്കുന്ന യാഗമായതുകൊണ്ടാണ് സോമയാഗം എന്ന് പേര് വരാൻ കാരണം. ദേവന്മാർക്ക് ഈ സോമരസം വളരെ ഇഷ്ടപ്പെട്ടതാണെന്നാണ്. അതുകൊണ്ട് സോമരസം ഈ ഋഗ്വേദ മന്ത്രങ്ങളുടെ അകമ്പടിയോടുകൂടി, യജുർവേദത്തിൽ പറഞ്ഞ ക്രിയകളോടുകൂടി, സാമവേദം കൊണ്ട് പറഞ്ഞ സ്തുതിയോടുകൂടി അഗ്നിയിൽ ഹോമം ചെയ്യുന്നതിനാണ് സോമയാഗം എന്ന് പറയുന്നത്. സോമരസം ഹോമിക്കലാണ് പ്രധാനം. ഈ സോമരസം ഹോമിക്കൽ അവസാനത്തെ 2 ദിവസങ്ങളിലാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ 4 ദിവസങ്ങളിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. ഈ സോമരസം ഹോമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. ആ തയ്യാറെടുപ്പുകളാണ് ആദ്യത്തെ 4 ദിവസം. അവസാനത്തെ 2 ദിവസമാണ് ഏറ്റവും പ്രധാനം. അതിന് സുത്യം എന്നാണ് പറയുക. അതാണ് യാഗത്തിൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതാണ് യാഗത്തിനെ പറ്റിയിട്ടുള്ള ഓവറോളായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഇനി ഇതിന് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറയാൻ ഒരുപാട് സമയങ്ങളെടുക്കും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറ്റാവുന്ന രീതിയിൽ അതിൻ്റെ ക്രിയകൾ കാണിച്ചിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇതിൽ വളരെ വിഷമാണത് വിശദീകരിക്കാനേ. കാരണം അത്രയും ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ള ക്രിയകളായതുകൊണ്ട് ഇതൊന്ന് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച ആളാണ്. കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമസ്കാരം.